കൃത്യമായി രേഖയിലുണ്ടായിരുന്നു. എന്നാൽ സഹോദരങ്ങളെ, മരണത്തിനപ്പുറത്ത് മരണമില്ലാത്ത ജീവിതത്തെ കണ്ട് നാവിനെ നിയന്ത്രിച്ചവൻ, നോട്ടത്തെ നിയന്ത്രിച്ചവൻ, ജീവിതത്തിലെ വ്യവഹാരങ്ങളെ നിയന്ത്രിച്ചവൻ, ആരാധനകൾ അനുഷ്ഠിച്ചവൻ, അവന്റെ വിശ്വാസങ്ങളെ ശരിയാക്കിയവനാരോ അവൻ അവിടെ വെച്ചുകൊണ്ട് പറയും, അമ്മാമൻ ഊത്തിയ കിതാബഹു ബിയമീനിഹി, വലത്തെ കയ്യിൽ ആദരവോടുകൂടെ തന്റെ കർമ്മരേഖ സമർപ്പിക്കപ്പെട്ട് ബഹുമാനിക്കപ്പെടുന്ന സദ്വൃത്തനായ മനുഷ്യൻ പറയും, ഹാ കിതാബിയ, എടുത്തു നോക്കൂ, വായിച്ചു നോക്കൂ, എന്റെ ഗ്രന്ഥത്തെ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ഇന്നീ മനന്തു അന്നീമുറാബിയ, ഇങ്ങനെ ഒരു വിചാരണയുണ്ടാകുമെന്ന് ഞാൻ ഉറച്ചു പ്രതീക്ഷിച്ചിരുന്നു. അതിനെ കണ്ട് ഞാൻ പ്രവർത്തിച്ചിരുന്നു, അതിലേക്ക് വേണ്ടി ഞാൻ ഒരുങ്ങിയിരുന്നു. അതുകൊണ്ട് എന്റെ റിക്കാർഡ് നോക്കൂ, എന്റെ അവസ്ഥ നോക്കൂ എന്ന് സന്തോഷത്തോടെ അവൻ പറയും. എന്നാൽ സുഹൃത്തുക്കളെ, അമ്മാമൻ ഊത്തിയ കിതാബഹു ബിശ്മാനിഹി, ഇടത്തെ കയ്യിൽ തന്റെ വൃത്തികേടുകളുടെ അധർമ്മങ്ങളുടെ രേഖ അവഗണനയോടുകൂടെ സമർപ്പിക്കപ്പെടുമ്പോൾ അവൻ പറയും, ഇങ്ങനെ ഒരു റിക്കാർഡ് എനിക്ക് സൂക്ഷിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ, കയ്യിൽ ലഭിക്കാതിരുന്നുവെങ്കിൽ, കാലത്തിൽ കാവിയ, മരണം എന്റെ ജീവിതത്തിന് സമ്പൂർണ്ണ സമാപനം കുറിച്ചിരുന്നുവെങ്കിൽ, മരണത്തിനപ്പുറത്തേക്കൊന്നുമില്ലാതിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. കാലത്തിൽ കാവിയ മാഹന അന്നീ മാറിയ, എന്റെ സ്വത്തുക്കൾക്ക് ഇന്ന് പ്രയോജനമില്ലല്ലോ. വഹനക്കാന്നി സുൽത്താനിയ, പ്രതിസന്ധിയിൽ ഞാൻ വിളിച്ചന്വേഷിച്ചിരുന്ന സ്വാധീനങ്ങൾ ഇന്നിവിടെ ഇല്ലല്ലോ. ഹനക്കാന്നി സുൽത്താനിയ, വിലപിക്കാൻ ഇവിടെ സമയം. ഹുദൂഹു, അവനെ പിടിച്ചുകെട്ടു. ഫഗുല്ലൂഹു, ചങ്ങലകളിൽ ബന്ധിക്കൂ. തുമ്മൽ ജഹീമ സ്വല്ലൂ, നരകത്തിലേക്ക് അവനെ വലിച്ചെറിയൂ. സുഹൃത്തെ, മടങ്ങാൻ സമയമായില്ലേ? ഇപ്പോഴും ലഹരിയുടെ മദ്യത്തിന്റെ വാസനിക്കുന്ന ചുണ്ടുകളുണ്ടാകാം എന്റെ ശബ്ദം കേൾക്കുന്നവർക്ക്. രണ്ടാമത്തെ ബാങ്കും ഉയർന്നു, ഇശാന്റെ ബാങ്കും കേട്ടു. മഗ്‌രിബ് പോലും നമസ്കരിക്കാതിരിക്കുന്നവരിവിടെ ഉണ്ടാകാം. സുഹൃത്തേ, ഈ നിമിഷം യാത്രയായാൽ അനുഭവങ്ങളുടെ ലോകത്തതിന്റെ ഫലം അനുഭവിക്കും. തിരിച്ചു വന്നോളൂ. ഏതുപോലെ സിംഹത്തെ കണ്ട് ഒരു മാൻപേട ഓടുന്ന പോലെ തെറ്റുകളെ പേടിച്ചോടിക്കൊള്ളൂ. ആരിലേക്ക്? അല്ലാഹുവിൽ കോടിയെടുത്തു, പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ചു. ആരാണ് അല്ലാഹു? ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് ലഹും മഗ്ഫിറത്തും വഅജ്റുൻ കബീർ. അദൃശ്യമായി അവനെ ഭയപ്പെട്ടുകൊണ്ട് ആർ ജീവിക്കാൻ ഒരുങ്ങിയോ, അവൻ എന്നെ കാണുന്നുവല്ലോ, അവന് ഇഷ്ടമില്ലല്ലോ എന്ന് വിചാരിച്ച് ജീവിതത്തെ തിരുത്താൻ തീരുമാനിക്കുന്ന നിമിഷം അവന്റെ തെറ്റുകൾ പൊറുക്കപ്പെട്ടുകൊണ്ടിരിക്കും. അവന് മഹത്തായ പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കും. കൗലക്കും ഇന്നഹു അലീമുൻ ബിദാതി സുദൂർ. ഹൃദയങ്ങൾക്കുള്ളിലുള്ളവൻ അറിയുന്നവന്റെ മുമ്പിൽ ഒരു രഹസ്യങ്ങളും രഹസ്യമാക്കി വെക്കാനാവില്ല. സുഹൃത്തുക്കളെ, ഒന്നന്വേഷിച്ചോളി, ഒരു തീരുമാനങ്ങൾ എടുത്തോളി. നിങ്ങൾ ഹിന്ദുവാകട്ടെ, മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, എനിക്കത് പ്രശ്നമല്ല. ഖുർആൻ ഒരു വട്ടം വായിക്കാൻ തീരുമാനിച്ചോളി. കണ്ണിന്റെ കാഴ്ച പോകുന്നുണ്ട്, ബുദ്ധികൾ മരവിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഒരു പ്രാവശ്യമെങ്കിലും ഖുർആൻ വായിച്ചു തീർത്തു. 3 ആഴ്ച പോലും സമയം വേണ്ടതില്ല. പരിഭാഷ വാങ്ങാൻ പണമില്ലാത്തവരുണ്ടോ? സംഘാടകരോട് പറയൂ, ഞാൻ എത്തിച്ചു കൊടുക്കും പരിഭാഷ. ഒരു പൈസ പോലുമില്ലാതെ. കേട്ടില്ലെന്ന് പറയരുതേ, അറിഞ്ഞില്ലെന്ന് പറയരുതേ. അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു. അറിയാതെ പോലെ നിൽക്കല്ലേ, കാണാതെ പോലെ നിൽക്കല്ലേ, നിങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുന്നു. ഇതാ മുസ്ലിമിന് വേണ്ടിയല്ല, മുസൽമാന് വേണ്ടിയല്ല, ജനങ്ങളെ നിങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുന്നു. മൗഇലത്തും മിൻ റബ്ബിക്കും, നിങ്ങളുടെ പിതാവിന് നിങ്ങളോട് പറയാനുള്ള ഉപദേശങ്ങൾ ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ,
സ്വീകരിച്ചു നോക്കൂ. നിങ്ങളുടെ മനസ്സിൽ എന്തെല്ലാം വ്യതകളുണ്ടോ, ദുഃഖങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, അത് സമാധാനമായി തീരുന്ന മരുന്നാണ് ഖുർആൻ. അതിനെ സ്വീകരിച്ചോ. കുൽ നബിയെ പറഞ്ഞു കൊടുക്കൂ ഖുർആനിനെ കുറിച്ച് അവർക്ക്. അല്ലാഹുവിന്റെ ഔദാര്യമാണ് ഖുർആൻ, അല്ലാഹുവിന്റെ കാരുണ്യമാണ് ഖുർആൻ. ഫബിദാലിക ഫൽയഫ്റഹൂ, ആ ഖുർആനിനാൽ അവർ സന്തോഷിച്ചു കൊള്ളട്ടെ. ഹുവ ഖൈറുൻ മിമ്മാ യജ്മഊൻ. ദുനിയാവിൽ അവർ ഒരുമിച്ച് കൂട്ടാൻ ശ്രമിക്കുന്ന ഒന്നും അവർക്ക് നൽകാത്ത ആനന്ദം, ആഹ്ലാദം ഖുർആൻ നൽകുമെന്നവർക്ക് പറഞ്ഞു കൊടുക്കൂ. സഹോദരങ്ങളെ, ഖുർആനെ കൊണ്ട് എങ്ങനെ ആഹ്ലാദം ലഭിക്കും, എങ്ങനെ സന്തോഷം ലഭിക്കും? ഞാൻ പറഞ്ഞുതരാം സുഹൃത്തേ. ഇന്ന് നീ അനുഭവിക്കുന്ന കടം മുഴുവൻ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്നൊരാളിപ്പോൾ നിന്നോട് പറഞ്ഞാൽ നിനക്ക് സമാധാനം കിട്ടൂ? നീ ഇന്ന് അനുഭവിക്കുന്ന മാറാരോഗം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, ഇനി നീ അതിനെക്കുറിച്ച് വിഷമിക്കണ്ട എന്ന് പറഞ്ഞാൽ സമാധാനം കിട്ടും. എങ്കിൽ സുഹൃത്തുക്കളെ അറിഞ്ഞുകൊള്ളുക, നമ്മുടെ ഹൃദയഭാരങ്ങളെ മുഴുവൻ ഏൽക്കാൻ ഒരാൾ സന്നദ്ധനായിരിക്കുന്നു. ആരാണ്? സുഹൃത്തുക്കളെ, ഒരിക്കലും ഒരു രാത്രിയിലും ഒരു കൂരാക്കൂടിരുട്ടിലും ഒന്ന് കണ്ണുമയങ്ങാത്തവൻ, ഒന്ന് കണ്ണടക്കാത്തവൻ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവ്. ഖുൽ ഹുവല്ലാഹു അഹദ്. മുഹമ്മദ് നബിയെ പറഞ്ഞു കൊടുക്കൂ, പറയൂ, അവനേകനാണ്, എല്ലാ അർത്ഥത്തിലും അവനേകനത്രേ. അല്ലാഹു സമദ്. ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും അവൻ ആശ്രയിക്കുന്നു. സഹോദരങ്ങളെ, കടലിൽ ജീവിക്കുന്ന കോടാനക്കോടി മത്സ്യങ്ങളുടെ പ്രശ്നങ്ങൾ ആരാണ് കൈകാര്യം ചെയ്യുന്നത്? അവർക്കാരാണ് സുരക്ഷിതത്വം നൽകുന്നത്? അവർക്കാരാണ് ഭക്ഷണം നൽകുന്നത്? അവർക്കാരാണ് പ്രത്യുൽപാദനത്തിന്റെ അവസ്ഥകൾ നിശ്ചയിച്ചു കളഞ്ഞത്? ഘോരവനാന്തരങ്ങളിൽ കൂടുകെട്ടിപ്പാർക്കുന്ന ലക്ഷക്കണക്കിന് ലക്ഷോപലക്ഷം പറവകൾക്കാരാണ് കൂടുപണിതത്? അവർക്കാരാണ് ഭക്ഷണം നൽകിയത്? അവർക്കാരാണ് സുരക്ഷിതത്വം നൽകിയത്? അവൻ നമുക്ക് സുരക്ഷ നൽകും, അവൻ നമുക്ക് സുരക്ഷ നൽകും, അവൻ നമുക്ക് കാവലാകും, അവൻ നമുക്ക് ഭക്ഷണം നൽകും, അവൻ നമ്മെ ഏറ്റെടുക്കും. അതുകൊണ്ട് ഫൽയതവക്കലിൽ മുതവക്കിലൂൻ. ഏൽപ്പിക്കുന്നവൻ അവനെ ഏൽപ്പിച്ചുകൊള്ളട്ടെ. ഖുൽ ഹുവല്ലാഹു അഹദ്. അല്ലാഹു സമദ്. ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങൾക്കും അവനെ ആശ്രയിച്ചേ പറ്റൂ. സൂര്യൻ അവിടെ നിൽക്കുന്നത് അവനെ ആശ്രയിച്ചാണ്. ഈ പ്രാണി ഈ ട്യൂബിന്, ഈ ബൾബിന് ചുറ്റും പറക്കുന്നത് അവനെ ആശ്രയിച്ചാണ്. ഞാൻ ഇന്ന് നിലനിൽക്കുന്നത് അവനെ ആശ്രയിച്ചാണ്. അവൻ പിതാവില്ല, അവന് പുത്രനില്ല, അവൻ ഈ ലോകത്തു ജനിച്ചവനല്ല, അവൻ മരിക്കുന്നവനല്ല, അവൻ ഏതെങ്കിലും ഭാഷകൾക്കുള്ളിൽ ഉൾക്കൊള്ളുന്നവനല്ല, എല്ലാം അറിയുന്നവൻ. വലം യകുല്ലഹു കുഫുവൻ അഹദ്. അവന് തുല്യനായി ഒരാളുമില്ല. അല്ലാഹുവല്ലാതെ മനുഷ്യന് രക്ഷ നൽകാൻ ഒരിടമില്ല, അവന് പ്രാർത്ഥിക്കാൻ ഒരു കേന്ദ്രമില്ല, അവൻ അഭയം ചോദിക്കാൻ ഒരു രക്ഷാസങ്കേതമില്ല. ഈ പ്രപഞ്ചത്തിലെ സർവവും അവന്റെ അധികാരത്തിലാണ്. അവന്റെ നിയന്ത്രണങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരധികാര സ്ഥാനം മറ്റൊന്നീ പ്രപഞ്ചത്തിലില്ല. അവനിൽ നിന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അൽ ഖയ്യൂം. അവനെല്ലാം നിയന്ത്രിക്കുന്നവനാണ്. ലാ തഖുറുഹു സിനത്തുൻ വലാ നൗം. ഉറക്കമോ മയക്കമോ ബാധിക്കാത്തതാണ്. സുഹൃത്തുക്കളെ, എന്തിനു ഭയപ്പെടണം? എന്തിനു ഭയപ്പെടണം? നോക്കി, നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോയിട്ട് സ്വന്തം കൈകളെ കൊണ്ട് വാതിൽ കുറ്റിയിട്ട ആൾക്ക് പിന്നെ ഉറങ്ങാനെന്ന് എഴുന്നേറ്റ് ടോർച്ചടിച്ച് പോയി നോക്കണം, വാതിൽ അടച്ചോന്ന്. സ്വന്തം കൈകളെ കൊണ്ട് അടച്ച വാതിൽ വീണ്ടും പരിശോധിക്കുന്നു. നാം നിർഭയരാണോ സഹോദരങ്ങളെ? നിർഭയരല്ല നാം. പക്ഷേ നമുക്ക് നിർഭയമായി ഉറങ്ങാം. എങ്ങനെ ഉറങ്ങാം? ഒലുവെടുത്ത് ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഉണ്ട്. ആർക്കറിയാം സുഹൃത്തുക്കളെ പ്രാർത്ഥനയൊക്കെ? അതിന് നമ്മൾ വിളിക്കുന്ന ആൾക്കാർ ദ്വയർക്കാൻ നമ്മൾ ആമീൻ പറയാന്നല്ലാതെ ആർക്കതൊക്കെ അറിയാം? അതിന്റെയൊക്കെ അർത്ഥം വായിച്ചാൽ ജീവിതത്തിന്റെ പേടി പകുതി മുക്കാലും പോയി പോകും.
അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക്ക്. ഉറങ്ങാൻ വേണ്ടി വിരിപ്പുകൾ വിരിച്ച് തലയിണ വെച്ചവൻ പറയുന്നു, അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക്ക്. അല്ലാഹുവേ, ഞാൻ എന്നെ നിന്റെ മുമ്പിലിതാ കൊടുന്നെന്നെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു, എന്നെ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. വഫദ്ദൽതു അംരി ഇലൈക്ക്. എന്റെ എല്ലാ കാര്യങ്ങളും നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. വഅൽജഅതു ലഹ്രി ഇലൈക്ക്. എന്റെ പാർശ്വഭാഗത്തെ നിന്റെ മുമ്പിൽ കൊണ്ടുവന്നു ഞാൻ കിടത്തിരിക്കുന്നു. റഗ്ബതൻ വറഗ്ബതൻ ഇലൈക്ക്. നാളത്തെ പ്രഭാതത്തിന്റെ നല്ല പ്രതീക്ഷകൾ നിന്നിലാണ് ഞാൻ അർപ്പിക്കുന്നത്. എനിക്കുറങ്ങുമ്പോൾ എന്തെല്ലാം ഭയങ്ങളുണ്ടോ? ആരെങ്കിലും വാതിൽ ചവിട്ടി തുറക്കുമോ? ആരെങ്കിലും കുട്ടികളുടെ ആഭരണങ്ങൾ മോഷ്ടുമോ? എന്തെങ്കിലും വിത്തിറങ്ങുമോ? ഇടിവെട്ടുമോ? ഇടിമിന്നലുണ്ടാകുമോ? ഭൂമി കുലുങ്ങുമോ? എനിക്കറിയില്ല. സൈലന്റ് അറ്റാക്ക് വരുമോ? എനിക്കറിയില്ല. എന്റെ ഭയങ്ങളെ നിന്നെ ഏൽപ്പിക്കുന്നു, എന്റെ പ്രതീക്ഷകളെ നിന്നെ ഏൽപ്പിക്കുന്നു. ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക. നീയല്ലാതെ, നിന്നിൽ നിന്നല്ലാതെ രക്ഷാസങ്കേതമില്ല, അഭയസ്ഥാനമില്ല, നിന്നിലാണ് ഞാൻ ഏൽപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, എന്താണ് ആ പ്രാർത്ഥന? അത് മനസ്സിൽ തട്ടി കിടക്കുന്നവന് രാത്രിയുടെ ഭാരമുണ്ടോ ഹൃദയത്തിൽ? കാർമേഘത്തിൽ തട്ടി തെന്നിമാറി പറക്കുന്ന വിമാനത്തിലിരിക്കുന്ന യാത്രികൻ യാത്ര പോകുന്ന കുടുംബങ്ങളെക്കുറിച്ച് ഭയത്തിലാണ്, വാഹനത്തെക്കുറിച്ച്, വിമാനത്തെക്കുറിച്ച് ഭയത്തിലാണ്, ചിന്നിറങ്ങുന്ന നാടിനെ കുറിച്ച് ഭയത്തിലാണ്. പക്ഷേ പറയൂ, നാവ് കൊണ്ട്, ചുണ്ടുകൊണ്ട് മൊഴിയൂ, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദാ അൽ ബിർറ വത്തഖ്വാ വമിനൽ അമലി മാ തർളാ. അല്ലാഹുവേ, നിന്നോട് ചോദിക്കുന്നു, ഈ യാത്ര പുണ്യകരമായ യാത്രയാക്കണേ, ഞങ്ങൾക്ക് നീ ധർമ്മനിഷ്ഠ നൽകണേ, നല്ല രൂപത്തിൽ യാത്ര പൂർത്തിയാക്കണേ. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ ഹാദാ. ഈ യാത്രയെ നീ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണം, ഈ യാത്രയുടെ ബുദ്ധിമുട്ടുകളെ ഞങ്ങൾക്ക് കുറച്ചു തരണം. വതുബി അന്നാ ബുഅദഹു. ദൂരത്തെ ഞങ്ങൾക്ക് ലഘൂകരിച്ച് അനുഭവപ്പെടുത്തി തരണം. അല്ലാഹുമ്മ അൻത സ്വാഹിബു ബിസ്സഫർ. അല്ലാഹുവേ, ഇട്ടേച്ചു പോന്ന എന്റെ വീട്ടിൽ നീയാണ് എന്റെ മക്കൾക്കും കുടുംബത്തിനും കാവൽ. അതേപോലെ എന്റെ യാത്രയിലും നീയാണ് എന്റെ കൂടെയുള്ളത്, നീയാണ് എന്റെ സംരക്ഷകനായിട്ടുള്ളത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ വഅസാഇ സഫർ. യാത്രയുടെ ക്ലേശങ്ങളിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. വസൂഇൽ വകആബത്തിൽ മന്ദർ വസൂഇൽ മുൻകലബി ഫിൽ മാലി വൽ അഹ്ൽ. ദുരന്ത കാഴ്ചകൾ കണ്ട് എന്റെ കുടുംബത്തിലേക്ക് മടങ്ങേണ്ട ഒരു ദുരവസ്ഥ എനിക്കുണ്ടാക്കരുതേ എന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു, നിന്നോട് പ്രാർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, എന്തു മനോഹരമാണ് ഈ പ്രാർത്ഥന. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന എന്തിനും പേടിക്കാണ്. സുഹൃത്തുക്കളെ, ആരെ അള്ളാഹിനെ പറ്റി പറഞ്ഞു? നമുക്ക് ആരാണ് അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത്? നാം ഗൗരവപരമായി ചിന്തിക്കണം. അള്ളാഹുവിനെ കുറിച്ച് അറിയുന്നവൻ നിർഭയനാണ് ഈ ലോകത്ത്, അവനൊന്നും ഭയപ്പെടാനില്ല. എന്തൊരു സ്വസ്ഥമാണ് സഹോദരങ്ങളെ. ഹൃദയത്തിന്റെ ഭാരങ്ങൾ കുറയും. അവന്റെ കൽപ്പനകളെ സ്വീകരിച്ച് അവൻ വിരോധിച്ചതിനെ വർജിച്ച് ഇനി എന്റെ ചുണ്ടുകൾ മദ്യം സ്പർശിക്കയില്ല. ഇനി ഞാൻ ഒരിക്കലും എനിക്ക് വിഹിതമല്ലാത്ത ഒരു സ്ത്രീയെ, ഒരു കാമത്തിന്റെ നോട്ടം നോക്കുക പോലുമില്ല. നിന്റെ ഇഷ്ടം എല്ലാ സ്വകാര്യതകൾക്കും സാക്ഷ്യം വഹിക്കുന്നവനെ, നിന്റെ ഇഷ്ടത്തിനെതിരെ ഞാനില്ലെന്ന് പറഞ്ഞ് അവനെ സമർപ്പിക്കുമ്പോൾ എന്തൊരാശ്വാസം. പക്ഷേ സഹോദരങ്ങളെ, ഇന്നത്തെ അവസ്ഥ ചിന്തിച്ചു നോക്കൂ. പറയാതിരിക്കാൻ പറ്റുമോ? ലോകത്താരുടെ കൈകളാണ് അവങ്കലേക്കും നേരെ നീട്ടുന്നത് ആരാണ്? സുഹൃത്തുക്കളെ, ഏകദൈവ മതത്തെ പ്രതിനിധീകരിക്കുന്ന സത്യവിശ്വാസികളായ നമ്മളല്ലാതെ മറ്റാര് വിളിക്കുന്നു? അവറ്റാര് വിളിക്കുന്നു? ആകാശഭൂമികളെ സൃഷ്ടിച്ചവന്റെ നേരെ തിരിഞ്ഞ് പ്രതീക്ഷയോടെ വിളിക്കുന്നവരാരാണ്? സുഹൃത്തുക്കളെ, ഇവിടെ നമുക്ക് പറയാം. നമസ്കാരത്തിന് നാം കൈകെട്ടി നിൽക്കുമ്പോൾ പറയുന്ന പ്രാർത്ഥന ആലോചിച്ച് നോക്കൂ. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ السماوات والأرض ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. വജ്ജഹ്തു, ഞാൻ തിരിച്ചു, വജ്ഹിയ, എന്റെ മുഖത്തെ,
ലില്ലദീ ഫതറസ്സമാവാതി വൽഅർള്. പള്ളിയിലേക്ക് പോയി നോക്കൂ സുഹൃത്തുക്കളെ, ആ മിഹ്റാബിലുണ്ടോ ഒരു ചന്ദനത്തിൽ, അവിടെയുണ്ടോ ഒരു പ്രതിരൂപം, ഒരു പേരെങ്കിലും അവിടെ അല്ലാഹ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടോ? സുഹൃത്തുക്കളെ, കൈകെട്ടിയതാ നേരെ നാം നമ്മുടെ മുഖത്തെ തിരിച്ചതാർക്കു നേരെ? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു നേരെയാണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ നേരെയാണോ? അല്ല. വജ്ഹത്തു, ഞാൻ തിരിച്ചു. വജ്ഹിയ, എന്റെ മുഖത്തെ ആകാശഭൂമികളെ സൃഷ്ടിച്ചവന്റെ നേരെ. അതിന്റെ അനുഭൂതി എത്രയാണ്, അതിന്റെ ആഹ്ലാദം എത്രയാണ്, അതിന്റെ പ്രതീക്ഷ എത്രയാണ് സുഹൃത്തുക്കളെ. ഹനീഫൻ മുസ്ലിമാ, ഋജുമനസ്കനായി നേർക്കു നേരെ മുസ്ലിമായി കൊണ്ട്. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ടവനല്ല. നിനക്കു തുല്യമായി മറ്റൊരു ശക്തിയെ കൽപ്പിക്കുന്നവരിൽപ്പെട്ടവനല്ല. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇന്ന സ്വലാത്തേ, എന്റെ നമസ്കാരവും വനുസുക്കി, എന്റെ ബലികർമ്മങ്ങളും, വമഹിയായ, എന്റെ ജീവിതവും, വമമാത്തി, എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവേ നിനക്കു മാത്രം. മതപരമായ ഒരു കർമ്മവും നിന്റെ പ്രീതിക്കല്ലാതെ ഞാൻ ചെയ്യുകയില്ല. ഒരു ബലിയും നിന്റെ തൃപ്തിക്കല്ലാതെ ഞാൻ അർപ്പിക്കുകയില്ല. ഒരു പ്രാർത്ഥനയും നിന്റെ പ്രീതിക്കല്ലാതെ ഞാൻ പറയുകയില്ല. ഒരു വചനവും നിന്റെ ഇഷ്ടത്തിനു വേണ്ടിയല്ലാതെ, നിന്റെ പ്രതിഫലത്തിനു വേണ്ടിയല്ലാതെ ഞാൻ ചൊല്ലുകയില്ല. ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ അങ്ങനെ ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നിനക്ക് പങ്കുകാരില്ല, ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാകുന്നു. സുഹൃത്തേ, ഇതാ ഇസ്ലാമിന്റെ പ്രത്യേകത. മനസ്സിലാക്കിക്കോ. എല്ലാവർക്കും തെറ്റിദ്ധാരണയാണ് സഹോദരങ്ങളെ. ഞാൻ പ്രതികരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് ആൾക്കാർ പറയും അവർക്ക് പ്രവാചകനില്ല, ഖുർആനില്ല, ദീനില്ല, റസൂലുള്ളാഹിയില്ല. സുഹൃത്തുക്കളെ, നമുക്കേ ഉള്ളൂ. എന്തിനാ ഈ താടി? ഈ താടി എന്തിനാണ് സഹോദരങ്ങളെ? ഇതെന്തിനാ? എന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമുണ്ടായിട്ടാണോ? അവൾ പറഞ്ഞു നിങ്ങൾക്ക് ഇതാണ് ഭംഗിയെന്ന്. അങ്ങനെയാണോ ഇത് വെച്ചത്? അല്ല സുഹൃത്തുക്കളെ, പിന്നെന്താണ്? എനിക്കിഷ്ടമാണോ? എന്റെ മുഖത്തിന് ഇതാണ് ഭംഗിയെന്ന് വിചാരിച്ചു വെച്ചതാണോ? അല്ല സഹോദരങ്ങളിൽ. ലോകത്ത് ഞാൻ എന്നെയും ഉറങ്ങാതെ കാത്തിരിക്കുന്ന, മലപ്പുറം ജില്ലയിൽ എന്നെയും ഉറങ്ങാതെ കാത്തിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യയേക്കാൾ, എന്നെ വിളിച്ചന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ഉമ്മയേക്കാൾ ഞാൻ സ്നേഹിക്കുന്ന ലോകത്ത് ജനിച്ചൊരു വ്യക്തിയുണ്ട് സുഹൃത്തുക്കളെ. എന്റെ 6 വയസ്സായ പൊന്നോമന മകളെക്കാളും എന്റെ ഹൃദയത്തിൽ ഞാൻ സ്നേഹിക്കുന്ന ഒരാളുണ്ട്. ആരാണത്? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും വിശ്വാസിയാകയില്ല. ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, ഞാൻ അവൻ ഏറ്റവും പ്രിയപ്പെട്ടവനായി തീരും വരെ. മിൻ വാലിദിഹി, അവന്റെ പിതാവിനേക്കാൾ, മിൻ വലദിഹി, അവന്റെ മക്കളെക്കാൾ, വന്നാസി അജ്മഈൻ, ലോകത്തുള്ള സർവ്വ ആളുകളെക്കാളും ഏറ്റവും പ്രിയപ്പെട്ടവൻ റസൂലുള്ളാഹിയാകണം. സഹോദരങ്ങളെ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം എങ്ങനെയെന്ന് നിങ്ങൾക്ക് വിശ്വാസമുള്ള പണ്ഡിതന്മാരോട് ചോദിച്ചു നോക്കൂ. നിങ്ങൾ താടി രോമങ്ങൾ ഇറങ്ങി നെഞ്ചോളം തൂങ്ങിയിരുന്നു. ആ പ്രവാചകന്റെ മുഖത്തെ പോലെയുള്ള ഒരു മുഖമാകട്ടെ എന്റേതെന്ന് ആഗ്രഹിച്ചതാണ് സഹോദരങ്ങളെ. അല്ലാതെ ആരെങ്കിലും കൈമണി തരാനല്ല, ആരെങ്കിലും ബസ്സിൽ സീറ്റ് ഒഴിഞ്ഞു തരാനല്ല, ആരെങ്കിലും ബഹുമാനിച്ച് ഭക്ഷണത്തിന് ക്ഷണിക്കാനല്ല. ഇത് ഒരു പുണ്യമാണെന്ന് വിശ്വസിച്ച് പ്രവാചകന്റെ മുഖം പോലെ മുഖമായി തീരാൻ ആഗ്രഹിച്ച് എന്നിട്ട് പറയുന്നു റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ ഒരു മഹാത്മാഗാന്ധിജിയെ പോലെ ഒരാളാണ് ഇവർക്ക്. പറഞ്ഞവർ സുഹൃത്തുക്കളെ വാക്കുകൾക്ക് മറുപടി പറയേണ്ട ഒരു ലോകത്ത് മറുപടി പറയുന്നു. പക്ഷെ നമ്മൾ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞ കാര്യങ്ങള്? ജൂത ക്രിസ്ത്യാനികളെ വിളിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു വാക്യമുണ്ട്. ലോകത്ത് സത്യത്തിന്റെ പ്രവാചകനായി, തൗഹീദിന്റെ പ്രവാചകനായി ലോകത്ത് വന്നു ഈസാ നബി അലൈഹിസ്സലാം, യേശു ക്രിസ്തു. പക്ഷേ ലോകത്ത്
സൃഷ്ടാവായ അല്ലാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിച്ച് ലോകത്ത് ഭൂജാതനായിട്ടുള്ള പ്രവാചകൻ അതാണ് ഈസാ നബി അലൈഹിസ്സലാം. സുഹൃത്തുക്കളെ, സൂറത്ത് മറിയമുണ്ട് ഖുർആനിൽ. മറിയമിനെ പറ്റി ഒരു അധ്യായമുണ്ട് ഖുർആനിൽ. ലോകത്തിന്റെ മാതൃകയായി എടുത്തു പറയുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ. ഒന്ന് ഈസാ നബി സ്വലമിയുടെ മാതാവ് കന്യാ മറിയമാണ്. ആ മറിയം അതാ ഈസാ നബിയെ പ്രസവിച്ചിട്ട് ആ കുട്ടിനെങ്ങനെ എടുത്ത് സ്വന്തം നാട്ടുകാരുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. മറിയമതാ കുഞ്ഞിനെയും എടുത്ത് നാട്ടുകാരുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അവർ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, നാട്ടുകാർ അവരതാ കിടക്കുന്ന കുട്ടിയിലേക്ക് മറിയം ചൂണ്ടി. അപ്പോൾ അവർ ചോദിച്ചു, തൊട്ടിൽ കിടക്കുന്ന ഒരു കുട്ടിയോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കും മറിയമേ? വിവാഹിതയല്ലാത്ത നിനക്ക് എങ്ങനെ കുട്ടിയുണ്ടായെന്ന് നീ വിശദീകരിക്കണം. അതാ സഹോദരങ്ങളെ, ലോകാത്ഭുതം. തൊട്ടിൽ കിടക്കുന്ന ഈസാ നബി അതാ സംസാരിക്കുന്നു. എന്താണ് സംസാരിച്ചത്? ഖാല ഇന്നി അബ്ദുല്ലാഹി അതാനിൽ കിതാബ വജഅലനി നബിയ്യാ. ഖാല ഇന്നി അബ്ദുല്ലാ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, അല്ലാഹുവിന്റെ പുത്രനല്ല. ദൈവം മനുഷ്യനായി അവതരിച്ചതല്ല, ത്രിയേകത്വത്തിൽ ഒന്നല്ല, മൂന്ന് ശക്തികളിൽ ഒന്നല്ല, പരിശുദ്ധാത്മാവിനും പിതാവിനും പുത്രനായ പുത്രനല്ല, മറിച്ച് ഇന്നി അബ്ദുല്ലാ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. വേദഗ്രന്ഥം ലഭിച്ച പ്രവാചകനാണ്. സുഹൃത്തുക്കളെ, യേശുക്രിസ്തുവെ ബഹുമാനിച്ചതാണ് ഇവിടെ അനുയായികൾ. അവഹേളിച്ചതല്ല, അപമാനിച്ചതല്ല, ബഹുമാനിച്ച് യേശുക്രിസ്തുവിന്റെ പടമുണ്ടാക്കി, ചിത്രമുണ്ടാക്കി, യുഗാന്തരങ്ങൾക്ക് പോയ മുമ്പ് മരിച്ചുപോയ യേശുക്രിസ്തുവിന്റെ ചിത്രം ഒരു ചിത്രകാരൻ ഭാവനയിൽ വരച്ചു. ദൈവത്തിന്റെ പുത്രൻ എന്ന പേരു ചാർത്തി, ദൈവത്തിന്റെ മകനാക്കി, ദൈവത്തിന് മറിയമിൽ ജനിച്ചവനെന്ന് പറഞ്ഞു. പക്ഷേ സഹോദരങ്ങളെ, ആ ബഹുമാനങ്ങൾ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടില്ല. അല്ലാഹു പറഞ്ഞു, യാ അഹ്ലൽ കിതാബ്, വേദക്കാരേ, ലാ തഗ്ലൂ ഫീ ദീനിക്കും, നിങ്ങളുടെ മതത്തിൽ നിങ്ങൾ അതിരുകവിഞ്ഞു പോകരുതേ. യേശുക്രിസ്തുവിന് എന്ത് സംഭവിച്ചത്? ജനങ്ങൾ ബഹുമാനിച്ച് ദൈവമാക്കി. അതുകൊണ്ട് ലോകത്തിന്റെ അന്ത്യം വരെ ലോകത്തിന് അവതരിപ്പിക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഭയപ്പെട്ടു. എന്നെയും ആൾക്കാർ വിളിച്ചു പ്രാർത്ഥിക്കൂ എന്നുള്ള പേടി, ലോകത്തെ ഏകദൈവ വിശ്വാസത്തിന്റെ അടിത്തറകൾ തകർക്കപ്പെടുമോ എന്ന് ഭയപ്പെട്ടു. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ലാ തുതുറൂനി കമാ അതറത്തിൻ നസ്വാറാ ഈസാ ഇബ്നു മറിയമിനെ നസാറാക്കൾ ചെയ്തതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുതേ. ഖൂലൂ, പറയണേ, അബ്ദുല്ലാഹി വറസൂൽ, അല്ലാഹുവിന്റെ ദാസനാണ് ഞാനെന്നും അല്ലാഹുവിന്റെ ദൂതനാണ് ഞാനെന്നുമേ നിങ്ങൾ പറയാൻ പാടുള്ളൂ. പക്ഷേ സഹോദരങ്ങളെ, അവസ്ഥ എവിടെയെത്തി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിച്ചിട്ടും തീരാത്തവർ ബഹുമാനിക്കാൻ ഇസ്ലാമിൽ ഇക്കാലം വരെ ഉണ്ടായിരുന്ന രണ്ടാഘോഷത്തിന് പുറമേ മൂന്നാമതൊരാഘോഷം അവർ സൃഷ്ടിച്ചു. അതാണ് പ്രവാചകന്റെ ജന്മദിനം. തീർന്നോ സഹോദര? ആ പ്രവാചകനെ പുകഴ്ത്തിക്കൊണ്ട് അവർ പാടി, അവർ പുകഴ്ത്തി, ഏതു സ്ഥാനത്തേക്ക് ഉയർത്തി. ആ പാട്ടുകളൊന്ന് പരിഭാഷ നോക്കൂ. ഇപ്രാവശ്യത്തെ മീലാദ് ദിനത്തിൽ ഒട്ടിച്ച പോസ്റ്ററിൽ ഞാൻ കണ്ടു, അശ്ശഫാഅത യാ നബി, നബിയെ ശഫാഅത്ത് നൽകണേ എന്ന് റസൂലുള്ളാഹിയോട് പ്രാർത്ഥിക്കുന്നു. സഹോദര, ഇസ്ലാമിനെ പറ്റി ഞാൻ പറയട്ടെ. അവതാര പുരുഷന്മാരിൽ വിശ്വസിക്കുന്നവർ, അവതാരങ്ങളെ വണങ്ങുന്നവർ, അവതാരങ്ങളെ ആരാധിക്കുന്നവർ, അവതാരങ്ങളെ കുറിച്ച് അതിന്റെ പേര് 1000 വട്ടം പറഞ്ഞാൽ അവരാ മതത്തിന്റെ ഭക്തനാണ്. എന്നാൽ കേട്ടോ സുഹൃത്തെ, മുഹമ്മദ് നബിയെ കാക്കണേ എന്ന് 1000 വട്ടം പറയണ്ട. ഒരു വട്ടം ഒരാൾ പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, അവൻ മുസ്ലിമല്ല. എന്തേ ഇത് പറയാൻ ഞാനാരെന്ന് നിങ്ങളുടെ മനസ്സ്
ചോദിക്കുന്നുവെങ്കിൽ ഞാൻ ഓതട്ടെ. ഖുൽ, നബിയേ പറഞ്ഞോ, ലോകത്തോട് പറഞ്ഞോ, ഇന്നമാ അദൂ റബ്ബി, ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കൂ, ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കൂ എന്ന് ലോകത്തോട് പറയൂ പ്രവാചകരെ. വലാ ഉശ്രികു ബിഹി അഹദാ, അവനോടൊപ്പം ഞാൻ ഒന്നിനെയും പങ്കുചേർക്കയില്ല. 23 കൊല്ലം സുഹൃത്തുക്കളെ ആ പരിശുദ്ധമായ ചുണ്ടുകളിൽ നിന്ന് അല്ല എന്നല്ലാതെ വിളിച്ചിട്ടില്ല, അല്ല എന്നല്ലാതെ വിളിച്ചിട്ടില്ല. 4 ഖലീഫമാർ വിളിച്ചിട്ടില്ല. 3 നൂറ്റാണ്ടിലെ സച്ചരിതരായ പ്രവാചകന്റെ സഖാക്കൾ സ്വഹാബികൾ വിളിച്ചിട്ടില്ല. നിങ്ങളും പറയൂ സഹോദരാ, എന്റെ മരണം വരെ എന്റെ ചുണ്ടുകൾ മരണത്തിന്റെ കട്ടിലിലും അല്ലാഹുവേ എന്നേ വിളിക്കൂ, പടച്ചവനെ എന്നേ വിളിക്കൂ, സൃഷ്ടികർത്താവേ എന്നേ വിളിക്കൂ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ എന്നേ വിളിക്കൂ. സുഹൃത്തുക്കളെ അറിഞ്ഞോ, വ്യഭിചാരമല്ല, മദ്യപാനമല്ല, പലിശയല്ല ഏറ്റവും വലിയ പാപം, ഏറ്റവും വലിയ പാപം. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനേക്കാളും വഴിപിഴച്ചവരാരുണ്ട്? ഖിയാമത്ത് നാൾ വരെ ഉത്തരം നൽകാത്തവർ. ഞാനിതാ പറയുന്നു സഹോദരാ, അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ആ റസൂലുള്ള കേൾക്കില്ല, ഉത്തരം നൽകില്ല. എന്റെ വാക്കല്ല, ഖുർആനെന്ന് കേട്ടോ. നിങ്ങളവരെ വിളിച്ചാൽ ലാ യസ്മഊ ദുആഅക്കും, നിങ്ങളുടെ വിളികൾ അവർ കേൾക്കുകയില്ല. വലൗ സമീഉ, ഇനി കേട്ടാലും മസ്തജാബൂലക്കും, നിങ്ങൾക്കവർ ഉത്തരം നൽകയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, അന്ത്യനാൾ വരുമ്പോൾ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ച ബദരീങ്ങളും, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ച മുഹിയുദ്ദീൻ ശൈഖ് അവറുകളും, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ച ശുഹദാ